തൃശൂരിലെ TTE വിനോദിന്റെ കൊലപാതകത്തിൽ രജനീകാന്തയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്റെ വിരോധമാണ് കൊലപാതകം നടത്താൻ പ്രേരണയായതെന്നും FIR-ൽ പറയുന്നു. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മഞ്ഞുമലിലേക്ക് കൊണ്ടുപോകും. മനോജ് ചേരുന്നു. മനോജ്, കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് രജനീകാന്ത് TTEയെ തള്ളിയിട്ടതെന്ന് തന്നെയാണ് FIR-ൽ പറയുന്നത്. അതോടൊപ്പം വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. രോഹിണി, കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ TTE ട്രെയിനിൽ നിന്നും തള്ളിയിട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ പ്രതി പിടിയിലായി. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൊലക്കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച വിനോദിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ മൃതദേഹം കൊണ്ടുപോകുവാനായി ഇവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മഞ്ഞുമൽ വിനോദിൻ്റെ സ്വന്തം സ്ഥലത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ട്രെയിനിൽ നിന്നും ഈ പിഴ അടയ്ക്കാത്തതിനെ തുടർന്ന്, അതായത് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിയ ഈ ഒഡീഷ സ്വദേശിയായിട്ടുള്ള രജനീകാന്തിൽ നിന്നും പിഴ ചുമത്തിയതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ പുറകിൽ നിന്നും, അതായത് ഈ ട്രെയിനിൻ്റെ ഡോറിന് സൈഡിൽ നിന്നും ഇദ്ദേഹത്തെ തള്ളി പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. ഈ തൃശ്ശൂർ വെള്ളപ്പായ ഓവർബ്രിഡ്ജിന് സമീപമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ട്രാക്കിലാണ് കിടന്നിരുന്നത്. അതിനുശേഷം ഈ ട്രെയിനിനടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കയറി, ഈ ട്രെയിനിൽ തന്നെ കയറിയതും അതിനുശേഷമാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ മൃതദേഹം അവിടെ നിന്നും ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ തന്നെ പൂർത്തീകരിച്ചു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷം ഈ ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു വിനോദ്. അതുപോലെ തന്നെ കലാകാരനുമായിരുന്നു. ജോസഫ് പുലിമുരുകൻ എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ച് സിനിമാ രംഗത്തോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളായിരുന്നു. അത്തരമൊരു TTE ഉദ്യോഗസ്ഥനെയാണ് ഈ ഡ്യൂട്ടിക്കിടെ ഇത്തരത്തിൽ മദ്യലഹരിയിലായിരുന്ന പ്രതി തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഒഡീഷ ഗഞ്ചം സ്വദേശിയാണ് ഈ പ്രതിയായിട്ടുള്ള രജനീകാന്ത് രഞ്ജിത്ത്. 42 വയസ്സുള്ള ഈ പ്രതി പോലീസ് പിടികൂടിയതിന് ശേഷവും വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു പെരുമാറിയത്. കാരണം ട്രെയിനിനുള്ളിൽ വെച്ച് തന്നെ ഇദ്ദേഹം ഈ തർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിൽ തന്നെ മദ്യലഹരിയിലായിരുന്ന ഇദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് പിടികൂടിയിട്ടും തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണം. അത്തരത്തിൽ മദ്യലഹരിയിൽ ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഇയാളെ പറഞ്ഞു വിടുകയുണ്ടായി. കുന്നംകുളത്തെ ഒരു ബാർ ഹോട്ടലിലാണ് ഈ പ്രതി 2 മാസമായി ജോലി ചെയ്ത് വന്നിരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഈ പ്രതിയായിട്ടുള്ള ഈ രജനീകാന്ത് തൃശ്ശൂരിൽ നിന്നും ഈ പാട്ന എക്സ്പ്രസ്സിലേക്ക് കയറിയത്. S11 കോച്ചിലാണ് ഇയാൾ കയറി 2 സീറ്റിലുമായി ഇരുന്നത്. തുടർന്ന് അവിടെ എത്തിയ TTE വിനോദ് ഇയാളോട് ടിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ പിഴ ചുമത്തുവാൻ വേണ്ടി TTE തയ്യാറായി. 1000 രൂപ പിഴ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത്. തുടർന്ന് ഈ ഇതിന് ശേഷം മാറി നിന്ന ഈ വിനോദിനെ പുറകിൽ നിന്നുമാണ് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തള്ളി പുറത്തേക്കിട്ടത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളപ്പായ പ്രദേശത്താണ് ട്രാക്കിൽ ഈ വിനോദ് വീണത്. തുടർന്ന് ഈ അന്വേഷണ സംഘം, അതായത് റെയിൽവേ പോലീസാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ട്രെയിനിനുള്ളിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ കൃത്യമായും റെയിൽവേ പോലീസ് ഈ പ്രതിയെ പിടികൂടി മറ്റ് അന്വേഷണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പ്രതിയെ ഇന്നലെ രാത്രി തന്നെ പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. എന്തായാലും ഈ പ്രതി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തള്ളിയിട്ടതെന്ന് FIR-ലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായും പിഴ ചുമത്തിയ വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണം. എന്തായാലും ഈ ഡ്യൂട്ടിക്കിടെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ഇത്തരത്തിൽ അക്രമം നേരിടേണ്ടി വരുന്നുണ്ട്. അവരൊക്കെ തന്നെ മദ്യലഹരിയിലായിരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെന്ന് പോലും നോക്കാതെയാണ് ഈ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ
ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറയുന്ന കാര്യം നേരത്തെയും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരോടൊക്കെ ടിക്കറ്റ് ചോദിക്കുന്ന സമയം, പിഴ ചുമത്തുന്ന സമയമൊക്കെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരാറുണ്ട്. മോശമായിട്ടുള്ള അനുഭവമാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പലരുടെയും, ഭൂരിഭാഗം പേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരൊക്കെ തന്നെ മദ്യലഹരിയിലാണ് ഈ ട്രെയിനിനുള്ളിൽ കയറുന്നത് പോലും. അതൊക്കെ തന്നെ കൃത്യമായി നിയമവിരുദ്ധമാണ്. മദ്യപിച്ചുകൊണ്ട് ട്രെയിനിൽ കയറിയാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ പ്രതി ഈ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവം തന്നെയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ഡ്യൂട്ടിക്കിടെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ, അതായത് TTEക്ക് ഇത്തരത്തിൽ ഒരു അക്രമം നേരിടേണ്ടി വരുന്നു. തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെടുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.